കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിലെപ്പോഴും സന്തോഷിക്കാൻ നമുക്കിടയാവണം. കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറഞ്ഞു. പൗലോസ് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴാണോ പറഞ്ഞത്? ഫിലിപ്പിൽ ലേഖനമൊക്കെ എഴുതിയത് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നു. കർത്താവിൽ സന്തോഷിക്കാൻ തനിക്ക് വകയുള്ള കർത്താവിൻ്റെ സ്ട്രെങ്താണ്, കർത്താവിൻ്റെ ലക്ഷ്യമാണ്. ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ്. ഈ ഒരു അറിവൊക്കെ തൻ്റെ അകത്തുള്ളത് കൊണ്ട് പ്രശ്നങ്ങളെ കണ്ട് പ്രാർത്ഥന നിർത്തുന്നവനല്ല, ആരാധന നിർത്തുന്നവനല്ല. നമുക്ക് പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷെ കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും അവര് പ്രാർത്ഥന നിർത്തിയില്ല. അവരുടെയും എവിടെ നിന്നാലും ഇരുന്നാലും പ്രാർത്ഥന. നമ്മളാണ് ആ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമോ? ദൈവത്തോട് പിറുപിറുക്കില്ലേ? ഇത്രയും ഞാൻ ഓടിയിട്ട് എനിക്കിതാണ് വന്നത്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപദേശം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി എന്തിനു പ്രാർത്ഥിക്കുന്നു? ഉപസിച്ചിട്ട് ആരാധിച്ചിട്ട് നേരെ എഗൻസ്റ്റായ കാര്യങ്ങൾ സംഭവിച്ചില്ലേ? നമ്മൾ അങ്ങനല്ലേ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുന്നത്? ഒരു ജോലി പോയാൽ, ഒരു വഴി അടഞ്ഞാൽ, എന്തെങ്കിലും ശരീരത്തിൽ ക്ലേശം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ദൈവമായിട്ടുള്ള ബന്ധം നിർത്തും, നമ്മൾ രോഷം പ്രകടിപ്പിക്കും. ഇതാണ് ആത്മീയത. ഒരിക്കലും മെറ്റീരിയൽ തിങ്സും ദൈവമായിട്ടുള്ള ബന്ധവുമല്ല ആത്മീയത. അതിലപ്പുറം നമുക്കൊരു നിത്യതയുണ്ട്, നിത്യരാജ്യമുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ പ്രിയരെ താൽക്കാലികം, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതിനുവേണ്ടി വാഞ്ചിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഇപ്പോഴുള്ളതോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിലോ ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല. നമ്മളാണല്ലോ എന്തെങ്കിലും വേദന വന്നാലോ, മാനസിക ക്ലേശം വന്നാലോ, നമ്മളതെല്ലാം പ്രതികാരം കർത്താവിനോട് ചെയ്യില്ലേ? ആത്മീയത്തിൻ്റെ ലക്ഷണമല്ല. നമ്മുടെയും ഉയരത്തിലുള്ളതാണെങ്കിൽ, ദൈവമായിട്ട് ആഴമായ ബന്ധമുണ്ടെങ്കിൽ, കാൽവറിയിൽ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു നമ്മളെ സ്നേഹിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകാൻ, തള്ളിപ്പറയാൻ തയ്യാറാവുന്നത് ആത്മീയത്തിൻ്റെ ലക്ഷണമാണ്. പൗലോസ് കണ്ടോ, കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ പ്രാഗൽഭ്യം അവിടെ വെളിപ്പെടുത്തുക. കള്ളന്മാരോടുള്ള ആപത്ത്, കടലിലെ ആപത്ത്, പൈതാക, ഉറക്കളപ്പ്, കല്ലേറ്, എന്തും വേണ്ടി കഷ്ടങ്ങൾ താൻ കർത്താവിന് വേണ്ടി സഹിച്ചു. എന്നിട്ടും പറഞ്ഞു, ക്രിസ്തു നിമിത്തം ഞാൻ ഇതിലൊക്കെയും പൂർണ്ണ അത് മാറിപ്പോകാനല്ല, അതിനെ ജയിക്കാൻ, സംതൃപ്തിയോടെ മുമ്പോട്ട് പോകാൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു എന്ന് വിളിച്ചു പറയാൻ ആ കൃപയുടെ ആത്മാവിൻ്റെ വ്യാപാരം തൻ്റെ അകത്ത് വന്നപ്പോൾ താൻ മറ്റൊന്നിനെയും വലുതായി കണ്ടില്ല. തൻ്റെ ലക്ഷ്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ആ ദിവസം വരെ എന്നെ നടത്താൻ, എന്നെ കാപ്പാൻ, എന്നെ സൂക്ഷിക്കാൻ അവിടുന്ന് ശക്തനാണ് എന്ന ഒരു ഉറപ്പ് സ്പീക്കറിൻ്റെ അകത്ത് വന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും. കാരണം ഇതൊന്നും എന്നെ
എൻ്റെ വിശ്വാസ ജീവിതത്തെ, എൻ്റെ ആത്മീയത്തെ, എൻ്റെ ശുശ്രൂഷകളെ, ദൈവം നൽകിയ വെളിപ്പാടിനെ തകർക്കാൻ പറ്റില്ല എന്ന് പൗലോസിന് ശക്തമായ ഒരു ബോധ്യമുണ്ട്. ഇത് നമ്മുടെ അകത്ത് ഇന്ന് പകൽ വ്യാപരിക്കുമെങ്കിൽ വെറുവെറുപ്പ് മാറ്റിവെക്കും, സംശയങ്ങൾ മാറ്റിവെക്കും, നിരാശ മാറ്റിവെക്കും. ദൈവശക്തി നമ്മുടെ അകത്തുനിന്ന് വ്യാപിക്കട്ടെ. ഒത്തിരി തവണ നമ്മൾ ചിന്തിച്ച ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. യെശയ്യാപ്രവചനം 64:4. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്ത കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഒന്ന് കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? സഹിഷ്ണുതയോടെ. ചില വിഷയങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് അസഹിഷ്ണുത വരുന്നില്ലേ? നിരാശ വരുന്നില്ലേ? ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ പറ്റുന്നില്ലേ? അങ്ങനെയല്ല വചനം പറയുന്നത്. കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ വാക്യമൊക്കെ പരിശോധിക്കുക. ആകാശം കീറിയിറങ്ങി വരും, ആകാശത്ത് മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്യാരാധന ശക്തികളെ കീറി മുറിച്ചുകൊണ്ട്. നമുക്കറിയാം, പാഴ്സി പ്രഭുവിൻ്റെ ശക്തി കാത്തിരുന്ന ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ അതിനെ കീറിക്കളഞ്ഞുകൊണ്ട് ദൂതൻ അവിടെ ഇറങ്ങുകയാണ്. കാത്തിരിക്കുന്ന ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് തൻ്റെ കരത്തിലേക്ക് വരികയാണ്. ദൂത് മനസ്സിലായവർ സ്തോത്രം ചെയ്യും. കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി നിങ്ങളുടെ റിസൾട്ടിനെ തടയുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വരും. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ദാനിയേൽ 21 ദിവസം കാത്തിരുന്നില്ലേ? തടയപ്പെട്ട മണ്ഡലത്തെ സ്വർഗം വലിച്ചു കീറിക്കളഞ്ഞു. ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ കാത്തിരിക്കാൻ സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആർക്കും തടയാൻ കഴിയാതെ പ്രവർത്തിക്കുന്ന, ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാതെ പ്രവർത്തിക്കുന്ന, ആർക്കും തിരിച്ചു മടക്കാൻ കഴിയാതെ പ്രവർത്തിക്കുന്ന ഒരു ഭുജമുണ്ട്, ഒരുവനുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ദൂതറിയിക്കും. സ്തോത്രം. സെക്കരിയാവ് കാത്തിരുന്നില്ലേ? പക്ഷെ നിന്ദകൾ ഒത്തിരി വന്നു. പുരോഹിതൻ അനേർക്ക് വേണ്ടി ഇടവ് നിൽക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരാധനയ്ക്ക് പോകുന്നു. പക്ഷേ വാഗ്ദത്തം നടക്കുന്നില്ല. സെക്കരിയാവ് പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു, പ്രാർത്ഥന നിർത്തിയില്ല. അതുകൊണ്ടാണ് സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്നകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ കാത്തിരിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് റൈറ്റ് ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അതേറ്റവും ശ്രേഷ്ഠമാണ്. ഹന്നാലയത്തിൽ പോയി കാത്തിരുന്നു. അകത്തു നിന്ന് കേട്ടതും പുരോഹിതൻ പറഞ്ഞതും നിന്നയുടെ വാക്കല്ലായിരുന്നോ? ലഹരി പിടിച്ചിട്ടാണോ? നോവിക്കുന്ന പെണ്ണിനെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവൾ കാത്തിരുന്നപ്പോൾ ഇസ്രയേലിന്റെ ഒരെൻറ്റ് മുതൽ മറ്റേ എൻറ്റ് വരെ, ദാൻ മുതൽ ബെർഷബ വരെ അറിയപ്പെടുന്ന ഒരു വിശ്വസ്ത പ്രവാചകനാക്കി ശമൂവേലിനെ തീർത്തില്ലേ? കാത്തിരുന്ന് ലഭിച്ച ദാനം ദേശത്തടയാളമായി മാറിയില്ലേ? തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെക്കരിയാവിൻ്റെ കാത്തിരിപ്പ്, പ്രാർത്ഥന, എലിസബത്തിൻ്റെ അവർക്ക് കിട്ടിയ യോഹന്നാൻ, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ലെന്ന്. അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, മുമ്പും ഉണ്ടായിട്ടില്ല.
യേശു പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഇതാണ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവൃത്തി. അല്പം പെയിൻ അനുഭവിക്കേണ്ടി വരും കാത്തിരിക്കുമ്പോൾ. ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തേ നിന്റെ റിസൾട്ട് എന്ന്? ഇപ്പുറത്ത് ചർച്ചകൾ വരും. പ്രാർത്ഥിച്ചിട്ടെന്താ ഇത്ര വർഷം ഇത്ര ദിവസമായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. കാണാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമാ. അതാരും ഇതുവരെ കാണാത്തത്, ആരും പോകാത്ത വഴികളോ, ആരും ചെല്ലാത്ത ഇടം, ആർക്കു വേണ്ടിയും തുറക്കാത്ത നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? ഈ ദൂതേറ്റെടുത്തോ? കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? സഹിഷ്ണുതയോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? പ്രത്യാശയോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ? അത്ഭുതങ്ങൾ ഇന്ന് പകൽ സംഭവിക്കുക. ഏത് വിഷയത്തിന്മേലായാലും കാത്തിരിക്കൂ. ദൈവത്തിൻ്റെ മഹത്വമാണ്. സർവശക്തിയുള്ള ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവപ്രവർത്തിക്കായി, ദൈവ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി, ആകാശത്തിൻ്റെ ശക്തികളിൽ വ്യാപരിക്കുന്ന ന്യായ വ്യാപാരങ്ങളെ കീറിയ ശക്തികളെ തകർത്ത് ഞങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇരിക്കുന്നിടത്ത് തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയ മുറുക്കൾ എന്ന് പോലെ സംഭവിക്കുന്നല്ലോ. അങ്ങയുടെ ആത്മാവ് കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താതെ അവരെ ശക്തിപ്പെടുത്തുന്നതിന് സ്തോത്രം, ബലത്തോടെ എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം, ദൈവകൃപ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കുന്നതിന് സ്തോത്രം. ഷിമയി എന്ന് പറഞ്ഞ മനുഷ്യൻ പിതാവേ, ഷിമയോൻ കർത്താവേ യെരൂശലേമിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. കാത്തിരിക്കുന്നവന്റെ മേൽ ദൈവിക വാഗ്ദത്തങ്ങൾ കരത്തിൽ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽ ഞങ്ങളുടെ കർത്താവായിരിക്കാൻ സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠവനെ കാണാൻ ഞങ്ങളെ ഇടയാക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. വിടുതലുകൾക്ക് സ്തോത്രം, സൗഖ്യത്തിന് സ്തോത്രം, ദൈവിക സ്വസ്ഥതയ്ക്ക് സ്തോത്രം, സമാധാനത്തിന് സ്തോത്രം, അങ്ങയുടെ മഹത്വത്തിന് സ്തോത്രം, അങ്ങയുടെ പ്രവർത്തിക്ക് സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും തൃപ്പാദങ്ങൾ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണം. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവാത്ഭുതം ചെയ്യും. കാത്തിരിക്കൂ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പശ്മിച്ചു വന്നു.